പ്രിയപ്പെട്ട സൗരങ്ങളെ ഈശോയുടെ അനുഗ്രഹത്തിൽ നല്ലൊരു ദിവസമായിരുന്നു എന്ന് പ്രത്യാശിക്കുന്നു. ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ ഈശോ നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ഈ ഒരു പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിന് നമുക്ക് പ്രത്യേകിച്ച് നന്ദി പറയാം. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എടുക്കാം. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 3-4 വചനങ്ങൾ നമ്മളൊന്ന് ഒരു സങ്കീർത്തനത്തിലെ ഒരു 3-4 വചനങ്ങൾ നമ്മളൊന്ന് ഒരുമിച്ചൊന്ന് ധ്യാനിക്കാൻ വേണ്ടി പോവാണ്. 42-ാമത്തെ സങ്കീർത്തനമാണ് കോറഹിൻ്റെ പുത്രന്മാരുടെ സുന്ദരമായ ഒരു പ്രബോധന ഗീതം, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം. 42-ാമത്തെ സങ്കീർത്തനം എടുക്കാം. മുഴുവനായിട്ട് നമ്മൾ വായിക്കുന്നില്ല. 8-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാവോ. കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കുന്നു, രാത്രി കാലത്ത് അവിടത്തേക്ക് ഞാൻ ഗാനം ആലപിക്കും. ദൈവം ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുക. പകൽ സമയത്ത് ദൈവം തൻ്റെ കാരുണ്യം ചൊരിയുന്നു, രാത്രി കാലങ്ങളിൽ ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. അപ്പം നമുക്കൊരു വലിയ ആഹ്വാനം സങ്കീർത്തകൻ പറഞ്ഞു തരികയാണ്. ഈ ദിവസം മുഴുവൻ ഈശോ തന്ന എല്ലാ അനുഗ്രഹത്തിനും കാരുണ്യത്തിനും കരുതലിനും ഒക്കെ നമ്മൾ ഈ രാത്രിയിൽ എന്ത് ചെയ്യണം? നന്ദി പറയണം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമല്ല. എല്ലാ ദിവസവും രാത്രി നമ്മളിങ്ങനെ വചനം കേൾക്കുക മാത്രമല്ല, കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ച് ശരിക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കിടക്കുന്നത്. സങ്കീർത്തനം 42:8 നമ്മളെല്ലാവരും അനുസരിക്കുന്നുണ്ട്. കർത്താവ് ഈ ദിവസം മുഴുവൻ നമ്മളെ കാത്തു വലിച്ചു. സങ്കടങ്ങളോ വേദനകളൊക്കെ ഉണ്ടായി, പക്ഷേ ഈ ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ കർത്താവിൻ്റെ ഒരു മേഴ്സി, കർത്താവിൻ്റെ ഒരു കരുണ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ശക്തിപ്പെടുത്തി കർത്താവ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഉറച്ച തെളിവാണ്. നമ്മൾ ഈ രാത്രിയിൽ ഈശോയ്ക്ക് നന്ദി പറയുന്നു. അടുത്ത വചനം ശ്രദ്ധിച്ചേ. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. ഇപ്പം ഈശോയോട് നന്ദി പറയുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണെന്ന്. നമുക്ക് പലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ വരാറില്ലേ? എനിക്കിപ്പോൾ പഴയ പോലെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണില്ല. നേരത്തെയൊക്കെ ഞാൻ കുറേ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, പുസ്തകത്തിലെ മുഴുവൻ പ്രാർത്ഥന ഞാൻ കംപ്ലീറ്റ് ചെയ്തു, എനിക്കിപ്പോൾ പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം നമ്മളോട് പറയാണ്, ഇഫ് യു താങ്ക് ഹിം ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രെയർ. നിങ്ങൾക്ക് ഈശോയോട് നന്ദി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അടിപൊളി പ്രാർത്ഥനയാണെന്ന്. അപ്പോൾ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഇങ്ങ് പ്രാർത്ഥിച്ചു, ഈശോയെ ഇന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റു. എപ്പോൾ എഴുന്നേറ്റു? 5 മണിക്ക് എഴുന്നേറ്റവരുണ്ട്, 8 മണിക്ക് എഴുന്നേറ്റവരുണ്ട്, 9 മണിക്ക് എഴുന്നേറ്റിട്ട് എന്തിനാ എഴുന്നേറ്റെന്ന് പിടിയില്ലാത്തവരുണ്ട്. അപ്പോൾ ഏത് സമയത്താണ് നിങ്ങൾ എഴുന്നേറ്റോ? ഇത്രയും മണിക്കൂറുകൾ നമ്മൾ ആക്റ്റീവായിട്ടിരുന്നു. ഈശോ പലതിൽ നിന്നും നമ്മളെ സംരക്ഷിച്ചു. നമുക്ക് നല്ല വിശുദ്ധിയിൽ ഇന്ന് ദിവസത്തെ ജീവിക്കാൻ പറ്റി. ഈ രാത്രികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന താങ്ക് ഹിം, ഈശോയ്ക്ക് നന്ദി പറയുക. നന്ദി പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നു. നമ്മൾ പിന്നെ ആരോടെ വഴക്കുണ്ടാക്കുന്നത്? വീട്ടിലിരിക്കുന്നവരോട് വഴക്കുണ്ടാക്കി അവർ നമ്മളോടും തിരിച്ച് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് ഈശോയോട് കുറച്ച് വഴക്കുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് സങ്കീർത്തനം തുടർന്ന് പറയുന്നത്. വഴക്കെന്ന് വെച്ചാൽ ഇടി കൂടുന്നതിനെ കുറിച്ചല്ല കേട്ടോ. ഇച്ചിരി സങ്കടങ്ങളൊക്കെ ഈശോയോട് പറയാറില്ലേ നമ്മൾ? ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പറയാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കെല്ലാം ഈശോയോട് ഇച്ചിരി കുഞ്ഞു കുഞ്ഞു കെറിവൊക്കെ ഈശോയോട് പറയാനുണ്ടല്ലോ. 9-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ്, അവിടുന്ന് എന്നെ മറന്നത് എന്തുകൊണ്ട്, ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് എൻ്റെ രക്ഷാശിലയായ ദൈവത്തോട് ഞാൻ ചോദിക്കും. ഈശോയെ, കാരുണ്യമൊക്കെ ചൊരിഞ്ഞു, നല്ലൊരു ദിവസമൊക്കെ ആയിരുന്നു, പക്ഷേ എനിക്ക് എന്തോരം പണി കിട്ടി, നീ എന്താ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം തരാഞ്ഞെന്നൊക്കെ നമ്മളൊരു പരാതി പറയാറുണ്ടല്ലോ. ചിലപ്പോൾ ഇന്ന് ആഗ്രഹിച്ചായിരിക്കും ഒരു കാര്യത്തിൻ്റെ മേലൊരു തീരുമാനം, ഇന്ന് ആഗ്രഹിച്ചായിരിക്കും ഒരു അനുഗ്രഹം, പക്ഷെ നമുക്ക് ഇന്നും അത് വന്നിട്ടില്ല. ഒരു ഒരു റിസൾട്ട് നമ്മൾ ഇന്ന് ആഗ്രഹിച്ചു, പക്ഷെ അത് വന്നില്ല. നമ്മൾ ഇന്നാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ്. സങ്കടകരമായിട്ട് അതിന്നും സംഭവിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് എന്നെ മറന്നേ? ഞാൻ ഈ പീഡനം അനുഭവിക്കുന്നത് നീ എന്താ കാണാഞ്ഞ്? ആരോടാ ചോദിക്കുന്നത്? എൻ്റെ രക്ഷാശിലയായ ദൈവത്തോട് ഞാൻ ചോദിക്കും. എന്നെ സഹായിക്കാത്ത ദൈവത്തോടല്ല. ഞാൻ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതാരോടാണ്? എനിക്ക് രക്ഷയായ എൻ്റെ ദൈവത്തോട്. ഒരു സൂപ്പർ സ്പിരിച്വാലിറ്റിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കർത്താവ് എന്നെ മൈൻഡ് ചെയ്തില്ല, കർത്താവ് എനിക്ക് ഇതുവരെ ഉത്തരം തന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ കർത്താവിനെ തള്ളി പറയത്തൊന്നുമില്ല. ഈശോയാണ് എൻ്റെ രക്ഷാശില, ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന എൻ്റെ രക്ഷാദുർഗം എൻ്റെ കർത്താവ് മാത്രമാണ്. വലിയൊരു ബോധ്യമാണ്. അടുത്ത വചനം ഒന്ന് ശ്രദ്ധിക്കാവോ. 10-ാമത്തെ വാക്യം, നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു, മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു. എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് മാത്രമല്ല, പരീക്ഷ പാസ്സായില്ലെന്ന് മാത്രമല്ല, ഇത്രയും കാലം പ്രത്യാശിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ വന്ന് ചോദിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. അതാണല്ലോ ഏറ്റവും വലിയ സങ്കടം. നമ്മൾ ഈ മെയ് മാസത്തിലൊക്കെ പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ അനുഭവിച്ച ഏറ്റവും വലിയ സ്ട്രഗിൾ ഇതാണ്. റിസൾട്ട് വരിക എന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ ടെൻഷൻ ഉണ്ടാകുന്നത് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത്. ചോദ്യം എന്ന് റിസൾട്ട് വരും, എന്തോരം ഉണ്ട്, കിട്ടിക്കഴിഞ്ഞിട്ട് റിസൾട്ട്, ഇനി കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി എന്നാ പരിപാടി, ചോദ്യങ്ങളോട് ചോദ്യങ്ങളാണ്. ഇതെല്ലാവർക്കും അറിഞ്ഞിട്ട് വലിയ സന്തോഷമൊന്നും തോന്നാനൊന്നും അല്ല, എന്നാലും എന്തെങ്കിലും ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കാണ് ഇറിറ്റേഷൻ്റെ പെരുമഴയും. ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും റിസൾട്ട് വന്നില്ല. പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും നമ്മൾ പക്ഷേ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എഫേർട്ട് ഇടുകയൊക്കെ ചെയ്തു, പക്ഷേ റിസൾട്ട് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കും, നീ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം എന്തായി, വെർ ഈസ് എ ഗോഡ്, നിന്റെ കർത്താവ് എന്തിയെ? പ്രിയപ്പെട്ട കൂട്ടുകാർ ചോദിക്കും. നിങ്ങൾ ഹോസ്റ്റൽ മുറിയിലൊക്കെ താമസിക്കുന്നവർ ചിലപ്പോൾ നിങ്ങളൊരാൾ മാത്രമായിരിക്കും ബൈബിൾ വായിച്ചിട്ടൊക്കെ കിടക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, കൊന്തയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നവർ. അപ്പോൾ അവർ ബാക്കിയുള്ളവർ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് നിനക്കൊരു അപകടം, ഒരു സങ്കടമൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ ആ കൂട്ടുകാർ തന്നെ ചോദിച്ചിട്ടുണ്ടാവും, ഈ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം എന്തായി, ബൈബിൾ കൊണ്ട് നടന്നിട്ട് എന്തായി? ചോദ്യങ്ങളാണ്. നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഉത്തരം എന്താണെന്നറിയോ?
ഇല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ കൊടുക്കേണ്ട ഒരു ഉത്തരവാണ് അവസാനത്തെ വാക്യം, 11ാമത്തെ വാക്യം. എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു, നീ എന്തിന് നെടുവീർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ഐ വിൽ പ്രൈസ് ഹിം അഗെയിൻ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ് ഒക്കെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനോട്, ഞാൻ എന്നോട് ചോദിക്കും, നീ എന്തിനാ വിഷമിക്കുന്നത്, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, നീ എന്തിനാ ഇങ്ങനെ നെടുവീർപ്പെടുന്നത്? ദൈവത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കും, എൻ്റെ ദൈവത്തെ ഞാൻ വീണ്ടും വാഴ്ത്തും. എന്നെ പകൽ മുഴുവൻ കാരുണ്യം തന്ന കർത്താവിനെ മാത്രമല്ല, ഇന്നെനിക്ക് ഉത്തരം തരാഞ്ഞ കർത്താവിനെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ഞാൻ തള്ളി പറയത്തില്ലെന്ന് നിങ്ങളെ ആ കളിയാക്കിയവരോടും ചോദ്യം ചോദിച്ചവരോടും കർത്താവ് എന്തിയെ നിന്നെ സഹായിക്കാഞ്ഞെന്ന് ചോദിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് വേദനയുടെ ഒരു മുള്ളും കൂടെ കുത്തിത്തരുന്നവരോടും പറയണം. ആ വേദന കൊണ്ട് കീറി മുറിഞ്ഞ നിങ്ങളുടെ മനസ്സിനോടും പറയണം, എൻ്റെ ആത്മാവെ ഞാൻ വിഷമിക്കാൻ പോകുന്നില്ല, എൻ്റെ മനസ്സെ ഞാൻ വിഷാദിച്ചിരിക്കാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ കർത്താവിൽ വീണ്ടും പ്രത്യാശ വയ്ക്കും, ഞാൻ എൻ്റെ കർത്താവിനെ വീണ്ടും പാടിപ്പുകഴ്ത്തും. എനിക്ക് ഉത്തരം തന്ന കർത്താവിനെ അല്ല, എനിക്ക് ഉത്തരം തരാത്ത കർത്താവിനെയും ഞാൻ ഇനിയും ആരാധിക്കും. കാരണം എൻ്റെ രക്ഷാശില, എൻ്റെ ദുർഗം ആ ദൈവത്തോടാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഉത്തരം തന്നാലും ഇല്ലേലും യു ആർ മൈ സ്ട്രോങ് റോക്ക്. ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ആ പാറക്കല്ല് എൻ്റെ കർത്താവെ നീയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഈശോ കൂടുതൽ ശക്തി തരും. നിങ്ങൾക്ക് കൂടുതൽ ശക്തിയും ബലവും കർത്താവ് നൽകട്ടെ. മനസ്സും നിരാശപ്പെട്ടു പോകാതെ, ആത്മാവിൽ വിഷാദം വരാതെ കൂടുതൽ പ്രത്യാശ അർപ്പിച്ച് ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുക. ഇന്ന് രാത്രിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, നാളെ വീണ്ടും കർത്താവിനെ പുകഴ്ത്തുക. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.